വെൽക്കം ടു ഓട്ടോ ബ്രാൻഡ്. EV വാഹനങ്ങളുടെ വിൽപ്പനയിൽ ചൈനയും അമേരിക്കയുമാണ് മുൻപന്തിയിലെങ്കിലും തങ്ങൾ ഒട്ടും പിറകില്ലെന്ന സന്ദേശമായാണ് ദക്ഷിണ കൊറിയൻ കാർ നിർമ്മാണ കമ്പനിയായ ഹുണ്ടായി നൽകുന്നത്. കഴിഞ്ഞ 13 വർഷം കൊണ്ട് ദക്ഷിണ കൊറിയൻ കമ്പനിയായ ഹുണ്ടായി സ്ഥാപനമായ കിയയും സംയുക്തമായ ലോക കമ്പോളത്തിൽ വിറ്റഴിച്ചത് 15 ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങളായിരുന്നു. ഹുണ്ടായി ബ്രാൻഡിൻ്റെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഇലക്ട്രിക് കാറുകൾ കോന ഇലക്ട്രിക്, അയോണിക് 5 എന്നിവയാണ്. കിയ നീറോ, കിയ EV6 എന്നീ 2 മോഡലുകളാണ് കിയയുടെ ബെസ്റ്റ് സെല്ലേഴ്സ്. വരും ദിവസങ്ങളിൽ ഇലക്ട്രിക് പോർട്ട്ഫോളിയോ വിപുലീകരിക്കാനാണ് 2 കമ്പനികളും പദ്ധതിയിടുന്നുണ്ട്. ഈ വർഷം അവസാനത്തോടെ കാസ്പർ മിനി കാറിൻ്റെ ഇലക്ട്രിക് പതിപ്പ് ഹുണ്ടായി പുറത്തിറക്കുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. ലോകത്ത് ഇലക്ട്രിക് കാർ വിപണിയിൽ 1ാം സ്ഥാനത്തിനായി മത്സരിക്കുന്നവരിൽ മുന്നിലുള്ള 2 ബ്രാൻഡുകളാണ് ചൈനീസ് കമ്പനിയായ ബിൽഡ് യുവർ ഡ്രീം, അമേരിക്കൻ വാഹന ഭീമന്മാരായ ടെസ്ലയും. ഉദാഹരണവൽക്കരണം ആരംഭിച്ച 90കളിൽ തന്നെ ഇന്ത്യൻ വിപണിയിൽ പ്രവേശിച്ച വാഹന നിർമ്മാതാക്കളായ ഹുണ്ടായി വർഷങ്ങളായി കാറുകൾ നിർമ്മിച്ചു വിൽക്കുന്ന കമ്പനിയും ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട ബ്രാൻഡുമാണ്. ഹുണ്ടായി തങ്ങളുടെ ആദ്യത്തെ ഇലക്ട്രിക് കാർ പുറത്തിറക്കിയത് 2009-ലായിരുന്നു. ബ്ലൂ ഹോൺ എന്ന് പേരിട്ട കാർ 2011 ജൂലൈയിലാണ് കൊറിയൻ വിപണിയിൽ അവതരിപ്പിച്ചത്. i10 മിനിയുടെ കാറിൻ്റെ അടിസ്ഥാനമാക്കിയാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2019 ജൂലൈയിലാണ് കിയ ഇന്ത്യൻ വിപണിയിൽ പ്രവേശിച്ചത്. ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ടോപ്പ് 5 കാർ ബ്രാൻഡുകളിൽ ഒന്നായി കിയ മാറി. 2 കമ്പനികളും ഒരേ സാങ്കേതികവിദ്യ പങ്കിടുമ്പോൾ തന്നെ ഉൽപ്പന്നങ്ങൾ വ്യക്തിഗതമായി നിർമ്മിക്കുന്നു എന്നാണ് ഈ സ്ഥാപനങ്ങളെ വേറിട്ട് നിർത്തുന്നത്. EVക്ക് തുടക്കത്തിൽ കൊറിയയിലും വളർച്ച മന്ദഗതിയിലായിരുന്നു. എന്നാൽ ലോകത്താകമാനം പ്രചാരം ലഭിച്ചതോടുകൂടി ഹുണ്ടായിയും കിയയും ചേർന്ന് കച്ചവടം പൊടിപൊടിക്കാൻ തുടങ്ങി. 2023-ൽ ഹുണ്ടായിയും കിയയും ചേർന്ന് 5,16,441 ഇലക്ട്രിക് വാഹനങ്ങളാണ് വിറ്റഴിച്ചത്. 2023 അവസാനത്തോടെ ഇരു കമ്പനികളുടെയും മൊത്തത്തിലുള്ള EV വിൽപ്പന 15.3 ലക്ഷം കവിഞ്ഞു. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ ഹുണ്ടായിയും കിയയും 10ഓളം പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ പുറത്തിറക്കിയാണ് വിപണി പിടിച്ചെടുത്തത്. ദക്ഷിണ കൊറിയൻ കമ്പനികൾ വിറ്റ 10ൽ 8 EVകളും വിദേശ രാജ്യങ്ങളിലെ കമ്പോളത്തിലായിരുന്നു എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത.